മോനെ ഹായ് പറയടാ. പറയ അച്ഛമ്മ അച്ഛമ്മ. അവൻ തട്ടിത്തെറിപ്പിക്കുക മാഡം. ആ ഞാൻ കേട്ടു. അവന്റെ കുസൃതികളൊക്കെ എന്റെ കൺമുന്നിലുണ്ട് ആലീസേ. എന്റെ മുന്നിലല്ലേ അവന്റെ അച്ഛൻ വളർന്നത്. മുലപ്പാല് കുടിക്കാനുള്ള ഭാഗ്യം എന്റെ കുഞ്ഞിനില്ലാതെ പോയി. ഞാനത് അവന് കൊടുക്കുന്നുണ്ടമ്മേ. എന്തു ചെയ്യാം, അവക്ക് പാലില്ലാതെ പോയി. അത് സാരമില്ല മാഡം, അതിന്റെ കുറവറിയാതെയാ ഇവൻ വളരുന്നത്. ആലീസിനെ കിട്ടിയത് ഞങ്ങളുടെ മഹാഭാഗ്യം. ദേ അച്ഛമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന്. മോനെ, ഓ ഓ ഓ, അച്ഛമ്മ ഉടനെ വരുന്നുണ്ട് കേട്ടോ എന്റെ മോനെ കാണാൻ. അയ്യോ, കള്ളൻ കട്ട് ചെയ്തോ? അച്ഛമ്മ വിളിച്ചത് ഇഷ്ടായില്ല എന്നമ്മയ്ക്ക് അറിയാം. നമുക്ക് ഉറങ്ങണ്ടേ? ഉറങ്ങാം. എല്ലാ അളിയന്റെ സംശയങ്ങളാ. അർച്ചനയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായ ദിവസം ഫൈസിക്ക് ഒരു കുഞ്ഞിനെ കയ്യിൽ കിട്ടി. അതുമാത്രമേ ഉള്ളൂ സംശയങ്ങൾക്കുള്ള അടിസ്ഥാനം. അതെ, രണ്ടും സംഭവിച്ചത് ഒരേ ദിവസം രാത്രി. സമയദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിനെ തട്ടിയെടുക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് പാറശാല സ്റ്റേഷൻ പരിധി കടന്ന സമയവും കൃത്യം. കുഞ്ഞിനെ തമിഴ്നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോയെന്നാണ് അർച്ചന കൊടുത്ത പരാതിയിലും പോലീസിന്റെ നിഗമനത്തിലും കാണുന്നത്. രണ്ടും ആൺകുഞ്ഞുങ്ങൾ. ഫൈസി പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ ആര് പള്ളിത്തൊട്ടിയെ കൊണ്ട് കിടത്തി? ചുറ്റുവട്ടത്തെ ഹോസ്പിറ്റലുകളിൽ അതേ ദിവസം ഡെലിവറി നടന്ന വിവരം ഞാൻ അന്വേഷിച്ചു. അത്ര വലിയ ഹോസ്പിറ്റലൊന്നും അവിടെ ഇല്ല. കുഞ്ഞ് പുറത്തുനിന്ന് വന്നതായിക്കൂടെ? അർച്ചനയുടെ കുഞ്ഞിനും നമ്മുടെ കുഞ്ഞിനും ഒരേ പ്രായമാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ. അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? അർച്ചനയുടെ ഡെലിവറി നടന്നത് 16-ന്, കുഞ്ഞിനെ നഷ്ടമായത് 18-ന്. അതെ. ഫൈസിക്ക് കിട്ടിയത് അപ്പ പ്രസവിച്ച കുഞ്ഞാണെങ്കിലോ? എങ്കിൽ അർച്ചനയുടെ കുഞ്ഞുമായി 2 ദിവസത്തെ പ്രായവ്യത്യാസം വരുന്നില്ലേ? ഉപേക്ഷിക്കപ്പെടുന്ന അധികവും നവജാത ശിശുക്കളാണ്. ഇത് അന്ന് രാത്രി പ്രസവിച്ച കുഞ്ഞാവാനേ തരുള്ളൂ. ഞാൻ അങ്ങനെ കരുതാൻ തയ്യാറല്ല. അത് അർച്ചനയുടെ കുഞ്ഞു തന്നെയാ. ഫൈസി പറഞ്ഞ പോലെ മുന്നിൽ പ്രതിബന്ധം ഉണ്ടായപ്പോ അവൾ കുരിശടി കിടത്തി മാറുന്നതാവും. ഞാനൊരു സംശയാളിയോട് ചോദിക്കട്ടെ, കുഞ്ഞ് അർച്ചനയുടേതാണെങ്കിൽ ചെന്നൈയിൽ നിന്നൊരു ലെറ്റർ എങ്ങനെ വന്നു? സുപ്രിയ മേനോൻ എന്ന പേര് വെച്ച് അർച്ചനയ്ക്ക് കത്തെഴുതിയതാരാ? നിരഞ്ജനയ്ക്ക് അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? നടന്ന സംഭവങ്ങളൊന്നും തന്നെ അവൾ അറിഞ്ഞിട്ടില്ല. വെറുതെ ഒരു ലെറ്റർ അർച്ചനയ്ക്ക് വരുന്ന് അളിയൻ കരുതുന്നുണ്ടോ? സത്യത്തിൽ അർച്ചനയുടെ കുഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാവും. ഫൈസിയുടെ കയ്യിൽ കിട്ടിയത് മറ്റൊരു കുഞ്ഞു. ഏറെക്കുറെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ജനിച്ചു എന്നതിൽ കവിഞ്ഞ് ഇതിൽ അസ്വാഭാവികമായി ഒന്നും കാണുന്നില്ല. ആ ലെറ്ററിന്റെ കാര്യത്തിൽ മാത്രം ചില സംശയങ്ങളുണ്ട്. അതൊരു കീറാമുട്ടി തന്നെയാ. അർച്ചനയുടെ കുഞ്ഞാണ് നിരഞ്ജനയുടെ കയ്യിലുള്ളതെങ്കിൽ കത്തയച്ചത് നിരഞ്ജന തന്നെയാ. പക്ഷേ സത്യം അതല്ല. നിരഞ്ജനെ സംബന്ധിച്ച് കുഞ്ഞ് അർച്ചനയുടേത് മാത്രമല്ല, സ്വന്തം ഭർത്താവിൻ്റേതു കൂടിയാ. നിരഞ്ജന അടങ്ങിയിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. സുധിയുടെ ചതി അവൾ തിരിച്ചറിഞ്ഞ ആ കുഞ്ഞിനെ നോക്കി കഴിയോ? ആളിയനത് വിട്ടേക്ക്. അർച്ചനയെ കണ്ടെത്താനാ നമ്മളിപ്പോൾ ശ്രമിക്കേണ്ടത്. നമ്മളെ കബളിപ്പിച്ച് ഇത്രയും കാലം അവളെ ഒളിപ്പിച്ചു വയ്ക്കാൻ രാജപ്പന് കഴിയുന്നത് തന്നെ നമുക്ക് വലിയ നാണക്കേടാണ്. കഞ്ഞി കുടിക്കാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു രൂപവുമില്ല. 2 ദിവസം കൂടി തള്ളി നിൽക്കാനുള്ള അരിയും പലവ്യഞ്ജനങ്ങളും മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു ദുർവിധി
എനിക്ക് വരുമെന്ന് കരുതിയതാണ്. നിങ്ങൾ കഞ്ഞി കുടിക്കുക. എനിക്ക് വിശപ്പില്ലടി, നീ മക്കൾക്ക് കൊടുക്ക്. അമ്മ ഇത് അച്ഛനോട് ഇപ്പൊ പറയുന്നത് എന്തിനാ? അരിക്കുള്ള വക ഞാൻ ഉണ്ടാക്കും. കഴിക്കച്ച, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. മനസ്സിലിരിക്കാതെ പറഞ്ഞു പോയതാ. നിങ്ങൾ കഞ്ഞി കുടിക്കുക. അതൊന്നുമല്ലടി, മക്കളുടെ വിശപ്പടക്കാൻ കഴിയാത്ത അച്ഛനായി പോയില്ലേ ഞാൻ. ഒരാപത്ത് വരുമ്പോ നമ്മളത് നേരിട്ടല്ലേ പറ്റൂ. അച്ഛൻ വിഷമിക്കാതിരുന്നാ മതി. ഞാൻ കുറച്ച് രൂപ സുനന്ദേച്ചിയോട് അഡ്വാൻസ് ചോദിക്കാം. നിങ്ങൾ കഴിക്കുക. മകൾക്കുള്ളത് കലത്തിലുണ്ടോടി? ആ, അതൊക്കെ ഉണ്ട്, കഴിക്കുക. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. നമ്മുടെ കഷ്ടപ്പാടിന്റെ ഇടയ്ക്ക് എന്റെ പഠിപ്പ് കൂടി വേണ്ട. അത് നീ അച്ചുവേച്ചിയോട് ചോദിക്ക. ചേച്ചി തീരുമാനിക്കട്ടെ. അവൾ ആഗ്രഹിച്ച് പറഞ്ഞതല്ലേ മോളെ. നീ ഇപ്പോ മറിച്ചൊരു തീരുമാനം എടുക്കാൻ നമുക്ക് വിഷമാവില്ലേ? അച്ഛൻ കരുതുന്നുണ്ടോ അച്ഛന്റെ മോൾക്കൊരു ഡോക്ടർ ആവാനുള്ള ഭാഗ്യമുണ്ടെന്ന്? എൻട്രൻസ് എഴുതാന്ന് വെച്ചത് ജോലി സാധ്യതയുള്ള മറ്റേതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ കിട്ടുമെന്ന് കരുതിയോ? അതിൽ കൂടുതൽ സ്വപ്നമൊന്നും എനിക്കില്ല. ഇവള് പറഞ്ഞതാ സത്യം. ഈ കുടുംബത്തിലൊരു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ അതിമോഹം തന്നെയാ. നാട്ടുകാരറിഞ്ഞ പരിഹസിച്ച് ചിരിക്കും. അങ്ങനെ ഒരിടത്തും സംഭവിച്ചിട്ടില്ലെന്നാണോ അമ്മ കരുതുന്നേ? ഇവൾക്കതിന് കഴിയും. അച്ചുവേച്ചി എങ്ങനെ ജീവിക്കുന്നെന്ന് നിങ്ങൾ ആരും ഓർക്കുന്നില്ല. അവരിപ്പോഴും അച്ചുവേച്ചി വേട്ടയാടിക്കൊണ്ടിരിക്കുക. അച്ചുവേച്ചിയും കുഞ്ഞും ജീവിച്ചിരിക്കുന്നത് അവര് ഭീഷണിയായിട്ടാ കാണുന്നത്. ബാങ്കില് ജോലി കിട്ടി വന്നാലും അച്ചുവേച്ചിക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? എന്നിട്ടും എന്ത് ധൈര്യത്തിലാ അച്ചുവേച്ചി എന്നോട് പഠിക്കാൻ പറയുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അച്ചുവേച്ചി അത്ര ദുർബലയൊന്നുമല്ല. എവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. നീ ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക്. പൊടി. നീ ഇതകത്ത് കൊണ്ടുപോ. കഴിക്കുന്നേ. എനിക്ക് വേണ്ടതേ. കുറച്ച് കഴിക്കേ. ചെല്ല്. ഹലോ മാഡം. ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു അല്ലേ? ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഇപ്പോഴേ ഒന്ന് ഫ്രീ ആയേ. ഞാൻ നാട്ടിലേക്ക് വന്നിരുന്നു മാഡം. മാഡത്തെ വന്ന് കാണാനൊന്നും സമയം കിട്ടിയില്ല. എന്താ വിശേഷിച്ച്? ചിറ്റപ്പൻ ഹോസ്പിറ്റലിലായിരുന്നു. ചിറ്റപ്പൻ എന്ത് പറ്റി? ഒരു ചെവള രാഘവന്റെ കാര്യം ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടില്ലേ? ആ, ഒരു ക്രിമിനൽ. അയാളുമായിട്ടല്ലേ അർച്ചനയുടെ കല്യാണം ചിറ്റപ്പൻ ഉറപ്പിച്ചത്? അതെ. ഞാൻ നാട്ടിലുണ്ടെന്നറിഞ്ഞിട്ട് അയാൾ വന്നു. ചിറ്റപ്പനുമായി തല്ലുണ്ടായി. കൊള്ളാം. അപ്പോ തക്ക ശിക്ഷ തന്നെ അർച്ചനയുടെ ചിറ്റപ്പന് കിട്ടി. ആ മനുഷ്യൻ എന്ത് സംഭവിച്ചാലും എന്നെ അത് ബാധിക്കില്ല മാഡം. 2 പെൺകുട്ടികൾക്കാ അച്ഛനില്ലാതെ പോകുന്നത്. ഇപ്പോ എങ്ങനെയുണ്ട് അർച്ചനയുടെ ജീവിതം? ഇവിടെ വന്നിട്ടാ മാഡം ഞാൻ സന്തോഷം എന്താണെന്ന് അറിയുന്നത്. നല്ല സാലറി കിട്ടുന്നുണ്ട്. എല്ലാവരും നല്ല ആളുകളാ. താമസ സ്ഥലം എങ്ങനെ? അത് ക്വാർട്ടേഴ്സിലാ താമസം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പുതിയൊരു ജോലി കിട്ടുന്നത് വരെ അർച്ചന അവിടെ തന്നെ നിൽക്ക. നാട്ടിൽ നിൽക്കുന്നത് ആപത്ത് തന്നെയാ. അത് തന്നെയാ മാഡം എൻ്റെ മനസ്സിലും. അർച്ചനയ്ക്ക് പഴയതൊക്കെ മറക്കാൻ കഴിഞ്ഞത് നന്നായി. എങ്ങനെ മറക്കാനാ മാഡം? എങ്കിലും ആ ലെറ്ററിൻ്റെ ആശ്വാസത്തിലാ ഞാൻ. എവിടെയായാലും എൻ്റെ കുട്ടി സുഖമായിട്ടിരിക്കട്ടെ. അവന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് കഴിയൂ. നമ്മൾ എത്ര വലിയ ഇഷ്യൂ ആക്കിയാലും കുഞ്ഞിനെ കണ്ടുപിടിക്കാനൊന്നും പോലീസിന് കഴിഞ്ഞെന്ന് വരില്ല. അർച്ചനയുടെ ബാക്കി ജീവിതം കൂടി ബുദ്ധിമുട്ടിലാക്കാനേ അതുകൊണ്ട് സാധിക്കും. എനിക്കും അതറിയാം മാഡം. എല്ലാം ഈശ്വരേച്ഛെന്ന് നമുക്ക് കരുതാം, പ്രാർത്ഥിക്കാം. മാഡം പറഞ്ഞത് സത്യം. എല്ലാം ദൈവഹിതം മാത്ര. ദൈവത്തിന്റെ ശക്തി ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്.
പരീക്ഷണ ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടാന്ന് വൈകി ഞാൻ അറിഞ്ഞു. ഇതാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. അർച്ചന എവിടെയാണെങ്കിലും നന്നായിരിക്കണം, അതാ എൻ്റെ ആഗ്രഹം. എന്നാ ശരി, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി മാഡം. എന്താ മാഡം? നീ സംസാരിച്ച മാഡം ആരായിരുന്നു? അത് പിന്നെ പല കാര്യങ്ങളിലും എന്നെ സഹായിച്ച ഒരാളാ. എന്താ മാഡം ചോദിച്ചത്? നിനക്കെന്തൊക്കെയോ ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാഡം, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. ഞാൻ ഇവിടുത്തെ എല്ലാ ജോലിയും നന്നായി ചെയ്യുന്നുണ്ടല്ലോ. ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ആരുടെയും പ്രൈവസിയിൽ ഇടപെടുന്നുമില്ല. ഞാൻ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു, നിങ്ങൾ ശമ്പളം തരുന്നു. മാഡം അതുമാത്രം നോക്കിയാ പോരെ? അത് മാത്രം നോക്കിയാ പോരാ, കൂടെ നിൽക്കുന്നവൾ ഏത് തരക്കാരിയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. എന്നെ എന്റെ കുടുംബത്തെ പറ്റിയും എല്ലാം അറിയുന്ന ഒരാളാ എന്നെ ഇവിടെ ജോലിക്ക് കൊണ്ടു നിർത്തിയത്. അതൊരു സാധാരണക്കാരനല്ല, ഒരു സബ് ഇൻസ്പെക്ടറാ. ഞാനൊരു കള്ളിയോ തട്ടിപ്പുകാരിയോ ആണെങ്കിൽ ആ സാർ എന്നെ ഇവിടേക്ക് കൊണ്ടുവരില്ലായിരുന്നു. കൊള്ളാം. അപ്പൊ നീ കണ്ടതുപോലെയൊന്നും അല്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. അങ്ങനെ തോന്നിയെങ്കിൽ അത് മാഡം എന്റെ വായ വലിച്ചു തുറന്ന് നാക്കുണ്ടോന്ന് നോക്കിയിട്ടല്ലേ. വിശ്വട്ട് ഫൈസിയെ കണ്ടില്ലേ? കണ്ടു, പക്ഷെ ഇപ്പോഴും ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുന്നില്ല. ഫൈസി ഉറപ്പിച്ചു പറയുന്നത് പാറശാലയ്ക്ക് അടുത്തൊരു കുരിശടിയുടെ ചുവട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കുട്ടിയെ കിട്ടിയെന്നാണ്. വിശ്വട്ട് സാഹചര്യ തെളിവ് അന്വേഷിച്ച് നടന്നു. നിരഞ്ജനെ സുധിയും കുഞ്ഞിനെ സ്വന്തമായി അംഗീകരിച്ചു കഴിഞ്ഞു. അത് സുധിക്ക് അർച്ചനയിൽ ജനിച്ച കുഞ്ഞാണെന്ന് എനിക്ക് ബോധ്യവും വന്നു. വിശ്വട്ടിന് വേണ്ടത് തെളിവുകളാ. കുഞ്ഞിന്റെ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജയന്തി കാണാതെ പോകരുത്. അത് അർച്ചനയുടെ കുഞ്ഞാണെന്ന് ജയന്തി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്, അല്ലേ? അതെ. എങ്കിൽ എന്റെ ഈ ചോദ്യത്തിനോട് ഉത്തരം എന്താ? ചെന്നൈയിൽ നിന്ന് ആ ലെറ്റർ ആരയച്ചു? അർച്ചനയുടെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് അറിയിച്ച് ആ ലെറ്റർ എഴുതിയതാര്? രാജപ്പന്റെ അഡ്രസ്സിൽ ആ ലെറ്റർ വന്നത്. അതിനു പിന്നിൽ കളിച്ചത് രാജപ്പനായിക്കൂടെ? അയാളത്ര നിസ്സാരക്കാരനല്ലെന്ന് നമുക്കറിയാം. അർച്ചന കുഞ്ഞിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് ആരാ? രാജപ്പനല്ലേ? അവളെ അടിച്ചമർത്താൻ വേണ്ടി ആരെങ്കിലും കൊണ്ട് രാജപ്പൻ എഴുതിച്ചതായിക്കൂടെ ആ ലെറ്റർ? അങ്ങനെ നമുക്ക് ഊഹിക്കാൻ ജയന്തേ, പക്ഷെ സത്യം അതായിരിക്കണമെന്നില്ല. വിശ്വട്ട് അതിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചോളൂ. പക്ഷേ എന്റെ കുഞ്ഞിനെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും വിശ്വട്ട് അന്വേഷിച്ചോളൂ. മനസ്സിൽ നിന്ന് സംശയങ്ങൾ നീങ്ങിയാലേ മോനുവിനെ സ്വന്തം പേരക്കുട്ടിയെ അംഗീകരിക്കാൻ നമുക്ക് കഴിയൂ. ഫൈസിയുടെ ഇടപെടലിൽ എനിക്ക് സംശയമുണ്ട്. കുഞ്ഞ് അർച്ചനയുടേതാണെന്ന് അവനറിയാം, പക്ഷെ അതവൻ പറയാൻ മടിക്കുന്നു. ഫൈസിക്ക് അതിനല്ലേ കഴിയൂ. ഒരിക്കലും ആ സത്യം നിരഞ്ജനയോ സുധിയോ അറിയാൻ പാടില്ലെന്ന് ഫൈസിക്ക് നിർബന്ധമുണ്ട്. ഇനിയൊരു വഴിയുണ്ട്. സത്യം എന്തെന്ന് നാളെ ഞാൻ തിരിച്ചറിയും. അശോക, ഇതൊക്കെ എന്താ അശോക? കുറച്ച് അരിയും സാധനങ്ങളാ. വീട്ടു സാധനങ്ങളാണോ അശോക? അതെ ആശാനെ. നീ എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും ഞാൻ മറക്കില്ലടാ. എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആശാൻ എന്നോട് കാണിച്ച സ്നേഹം വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ല. ലോറി കഴുകാൻ നിന്ന എന്നെയാ ആശാൻ വണ്ടി കയറ്റിയതും വളയം കൈ തന്നതും.
നീ ഇരിക്കുക അശോക. എന്താ ആശാനെ? എന്തു പ്രവൃത്തി ചെയ്താലും അതിപ്പോ നല്ലതായാലും മോശമായാലും ദൈവം അതിനുള്ള പ്രതിഫലം തരുമെന്ന് മനസ്സിലാക്കിയവരാ ഞാൻ. എന്നെ തിരിഞ്ഞൊന്ന് നോക്കാൻ ഒരാളുണ്ടായതും അതുകൊണ്ടാ. അത് വീട് ആശാനെ. ഇപ്പൊ കാലിലെ വേദന എങ്ങനെയുണ്ട്? കുറച്ച് വേദനയുണ്ട്. പഴുത്ത് കയറുന്നുണ്ടോന്നൊരു സംശയം. അങ്ങനെയൊന്നും വരില്ല. ഇനി എന്നാ ഹോസ്പിറ്റലിൽ പോകേണ്ടത്? ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞത്. രാവിലെ ഞാൻ വണ്ടിയായിട്ട് വരാം. പിന്നെ അർച്ചന ഇപ്പോഴും ഒരു തിരയുന്നുണ്ടല്ലേ? ആ, അവൾ അവരുടെ കൈപ്പെട്ട പിന്നെ പുറം ലോകം കാണില്ല. അവരെ ഒന്ന് ഒതുക്കാൻ എന്താ ഒരു വഴി? അവക്ക് വീട്ടിലേക്ക് വരേണ്ടതല്ലേ? ആ ചിന്തയിലാ ഞാനും. ഈ വിഷയം നമ്മളങ്ങനെ വെറുതെ ഒതുക്കി തീർത്താൽ പോരാ. ആശാനും കുടുംബത്തിനും SP വിശ്വനാഥൻ ഒരു ഭീഷണിയാണെന്ന് ഒരു പെറ്റീഷൻ തയ്യാറാക്കി മുഴുവൻ നാട്ടുകാരെയും കൊണ്ട് ഒപ്പിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുക്കണം. അത് കൂടുതൽ കുഴപ്പമാവില്ലേ? അങ്ങനെ ഒരു പരാതി പോയാൽ അയാൾ അതോടടങ്ങും. പിന്നെ ആശാന്റെ കുടുംബത്തിനെ തൊടാൻ അയാൾ ഒന്ന് പേടിക്കും. അതൊക്കെ അർച്ചനയോട് ചോദിച്ചിട്ട് മതി. നിങ്ങൾ അവളോട് ചോദിക്കേ. കാശുള്ളവർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ? വൈകാതെ അവൾക്ക് ജോലിക്ക് ഓർഡർ വരും. അശോകൻ പറഞ്ഞത് ശരിയാ. എന്തെങ്കിലും ചെയ്യണം. എനിക്കും എൻ്റെ പിള്ളേർക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണം. ഞാൻ ഒരു കാര്യം ചെയ്യാം. ആശാനെ വാച്ചറെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാം. ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. ഞാൻ പോയിട്ട് വരാം. ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ഒരു നിശ്ചയവുമില്ല. ഇനി കൂടുതലൊന്നും സംഭവിക്കാനാ. അവള് തിരിച്ചു വരണം. ഇനി പേടിച്ചിരിക്കാൻ പറ്റില്ല ശ്യാമളെ. എന്തിനാ മോക്ക് അറിഞ്ഞത്? എന്തിനാണെന്ന് അറിയില്ല. എന്തെങ്കിലും കണ്ട് പേടിച്ചതാവും. പാലും കുടിക്കുന്നില്ല. അതിനിവിടെ കണ്ടുപേടിക്കാൻ എന്താ ഉള്ളത്? കുഞ്ഞല്ലേ, നമ്മൾ കാണാത്തത് അതിന് കാണാൻ കഴിയും. വല്ല പിശാചിനെയും കണ്ടു പേടിച്ചെന്നാണോ മോള് പറയുന്നത്? ഇവൻ കണ്ടു കാണില്ല എന്ന് എങ്ങനെ പറയാനാവും? നിന്റെ പറച്ചില് കേട്ടാത്തൊന്നും അദൃശ്യ രൂപികള് വായുവിലൂടെ ഇങ്ങനെ പറന്നു നടക്കുവാന്ന്. പാല് കുടിക്കുന്നില്ലേ? തട്ടിത്തെറിപ്പിക്കുക. പാല് കുടിക്കുന്നേയില്ല. കൊണ്ട് നടന്ന് പാല് കൊടുക്കാൻ പറ്റുമോന്നൊന്ന് നോക്ക്. എടുക്ക. മോനെ, എന്താ നീ പാല് കുടിക്കാത്ത? പാല് കുടിക്കാം. എന്റെ ആലീസെ, അതൊന്ന് അകത്ത് കൊണ്ടുപോയി കൊടുക്കാൻ നോക്ക്. അവൻ ഇഷ്ടപ്പെടാത്ത എന്തോ ഒന്നുണ്ട്. അത് സത്യ. വേണ്ട വേണ്ട വേണ്ട. അമ്മയുടെ പൊന്നുമോൻ കരയുന്ന എന്തിനാന്ന് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ. മാമു വേണോ അല്ലേ? ഇപ്പൊ തരാട്ടോ. നീ എന്തിനാ പാല് മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ്? അത് പിന്നെ കുപ്പിപ്പാല് മുഴുവനും കളഞ്ഞിട്ട് വിശന്ന് കരയുന്ന കുഞ്ഞിന് നീ എന്തു കൊടുക്കാനാ? ചോദിച്ചതിന് മറുപടി പറ. സത്യം പറ, നിനക്ക് മുലപ്പാലുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. മാഡം എന്താ ഈ പറയുന്നത്? നീ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോ അതിന്റെ കരച്ചിൽ നിൽക്കും. പാട്ടുപാടി പാല് കുടിപ്പിക്കുമെന്ന മാന്ത്രിക വിദ്യയൊന്നും ഈ ഭാമിനിയോട് വേണ്ട.